രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ബിസിനസ് തുടങ്ങി. ഒരു സുഹൃത്ത് ആ ബിസിനസിന്റെ എക്സ്പേർട്ടാണ്, മറ്റേ സുഹൃത്ത് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ മാത്രമാണ്. അവർ തുടങ്ങിയത് എങ്ങനെയാണ്? എടാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബിസിനസ് തുടങ്ങാം, എനിക്കത് നടത്താൻ അറിയാം, പൈസയും നമുക്ക് രണ്ടുപേർക്ക് കൂടാം 50-50, കമ്പനി നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ 50-50. പക്ഷേ ഇത് സൗദിയിലായതുകൊണ്ട് തന്നെ കഫീലിന്റെ പേരിലാണ്, ഇവിടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല. അപ്പോൾ കഫീലിന്റെ പേരിൽ കഫീലിനേക്ക് അറേഞ്ച് ചെയ്ത് കമ്പനി 50-50 ആയിട്ട് തുടങ്ങുന്നു. പിന്നെ നടത്തിപ്പുകാരനായ സുഹൃത്തിന് ഒരു 20% ഒരു മാനേജ്മെന്റ് ഫീ, കാരണം അവനാണല്ലോ ഇതിൽ വർക്ക് ചെയ്യുന്നത്, സാലറി അല്ല മാനേജ്മെന്റ്, അതായത് ലാഭത്തിന്റെ 20% ആദ്യം അവനെടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 50-50 എന്നുള്ള വാക്കാലുള്ള ചായകുടി എഗ്രിമെന്റിൽ അവർ ബിസിനസ് തുടങ്ങിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കൊറോണ സമയം വരുന്നത്. കൊറോണ സമയം വന്നപ്പോൾ പിന്നീട് കച്ചവടമില്ല, പിന്നെ പുതിയ പ്രൊജക്റ്റുകളൊന്നും വരുന്നില്ല, ആകെ അങ്ങോട്ട് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാത്ത സമയമായി. അപ്പം പൂർണ്ണമായും ഈ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഫീലിൻ്റെ പൈസ ആവട്ടെ, റെൻ്റ് ആവട്ടെ, മറ്റുള്ള എല്ലാ ഓപ്പറേഷണൽ എക്സ്പെൻസ് ആവട്ടെ, ഇതൊക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. ചില സമയത്ത് രണ്ടുപേരും കൊടുത്തു, ചില സമയത്ത് ഇൻവെസ്റ്റർ മാത്രം കൊടുത്തു. അങ്ങനെ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പ്രൊജക്റ്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളിതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ്, അയാൾക്ക് 50+20 വർക്കിംഗ് ഉണ്ട്. മറ്റേയാൾ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്, ഇയാൾക്ക് ഒരിക്കലും ആക്റ്റീവ് പാർട്ട്ണർഷിപ്പ് ഇല്ല, പക്ഷേ അയാൾ ഇൻവെസ്റ്റർ ആണ്, 50-50 ആണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇയാൾ ഈ പ്രൊജക്റ്റിന് പോകുമ്പോൾ മറ്റേയാൾ ഉറങ്ങുകയായിരിക്കും, കാരണം മറ്റേയാൾ ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ സുഹൃത്തുക്കളാണ് നടക്കാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു, എടാ, ഞാനാണല്ലോ ഇപ്പൊ കമ്പനിയിൽ മെജോറിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നീ ഇപ്പൊ പൈസ ഇട്ടു എന്നതൊഴിച്ചാൽ നിനക്കിപ്പോൾ കാര്യമായിട്ട് ഇതിൽ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ കമ്പനി ഒരു 80-20 ആക്കിയാലോ, 80% എനിക്ക്, 20% എനക്ക്. അപ്പം സുഹൃത്ത് എന്ന നിലയ്ക്ക് സുഹൃത്തിന്റെ വാക്കുകളോട് കച്ചറ ഉണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി മുന്നോട്ട് പോയി, കുറച്ചും കൂടി പ്രൊജക്റ്റുകളൊക്കെ വന്ന് 4-5 മില്യൺ ഏകദേശം കമ്പനി കച്ചവടം ചെയ്തു, ലാഭമൊക്കെ വന്നു. ഒരു സ്റ്റേജ് എത്തിയത് എവിടെയെന്ന് വെച്ചാൽ, ഇനി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇൻവെസ്റ്ററുടെ പൈസ ആവശ്യമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ കമ്പനി എടുത്തു. അതായത് പാലം കടന്നു. ആ പാലം കടന്ന കാലഘട്ടങ്ങളിൽ ഒരു ദിവസം ഇതേമാതിരി നടക്കാൻ പോയപ്പം മറ്റേ സുഹൃത്ത് പറഞ്ഞടാ, നീ ഇപ്പൊ തീരെ കമ്പനിയിൽ ശ്രദ്ധിക്കണല്ലോ, കമ്പനിക്ക് വേണ്ടി 24/7 ഓടുന്നത് ഞാനാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഞാനൊരു കാര്യം ചെയ്യാം, നീ ഇറക്കിയ ക്യാഷ് ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാം, പിന്നെ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഒരു 5% എൻ്റെ നിലനിർത്തും ചെയ്യാം, 95 എനിക്ക്, 5 എനക്ക്, എൻ്റെ ക്യാഷ് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പാലം കടന്നാൽ കൂരായണെന്തിനാണ് പറയാം. അപ്പൊ ഇവിടെ മറ്റേ ആൾക്ക് ഒന്നും ചെയ്യാനില്ല, അവിടെ ലീഗൽ എഗ്രിമെന്റ് ഇല്ല, ചായയിലുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. മറ്റേ ആൾ പറഞ്ഞായിക്കോട്ടെ, എനിക്ക് 5% വേണ്ട, 100% നീ എടുത്തോ, എപ്പോഴാണോ നിനക്ക് കഴിയുന്നത് അപ്പം നീ എൻ്റെ ക്യാഷ് തിരിച്ചു തന്നാളാ, ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവർ സൗഹൃദം തെറ്റാതെ പിരിയുകയാണ് ചെയ്തത്. ഇവിടെ ബേസിക്കലി ഒരു 2-3 വർഷം അയാളുടെ ക്യാഷും അയാളുടെ സപ്പോർട്ടും അയാളുടെ ഐഡിയയും അയാളുടെ കഫീലിനെയും എല്ലാം ആരും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബിസിനസിന്റെ ആക്ച്വൽ അടിസ്ഥാനം തന്നെ ഈ ആള് തന്ന പൈസയാണ്, സപ്പോർട്ടാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഇനി സത്യത്തിൽ പലപ്പോഴും സംഭവിക്കാം, പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റുകൾ നമ്മൾ ആദ്യമേ എഴുതി പേപ്പറാക്കി അതിനെ ഒഫീഷ്യൽ ആക്കിയിട്ടില്ലെങ്കിൽ ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ആളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ ശല്യവും ഈ ഇൻവെസ്റ്റർ ആയിരിക്കും. കാരണം ഇൻവെസ്റ്ററുടെ പണം ഇനി ആവശ്യമില്ല, ഇനി അയാൾക്ക് റിട്ടേൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അയാൾ പണിയെടുക്കണില്ല, അയാൾ കടന്നുറങ്ങാണ്, ഇങ്ങോട്ട് ഞാനിങ്ങനെ നയിച്ച അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കേ. അപ്പം പാലം കടന്നാൽ പിന്നെ ഇൻവെസ്റ്റർ ശല്യക്കാരനും പാലം കിടക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റർ ദൈവമാണ്. അപ്പം ഏതെങ്കിലും എഗ്രിമെന്റ് എഴുതണമെങ്കിൽ എപ്പോൾ എഴുതണം? ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും എഴുതേണ്ടത് പൈസ ഇടുന്നതിൻ്റെ മുമ്പ് എഴുതിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാലം കടന്നാൽ കൂരാനടിക്കും. അപ്പം നിങ്ങൾ തന്നെ പല ആളുകളും ഇങ്ങനെ നോക്കുമ്പം ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കി പല ടൈപ്പ് കൂരാനങ്ങൾ അതിലും അടിച്ചിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? ഈ രണ്ടാമത്തത്, ഇതിൽ തന്നെ പലപ്പോഴും ഇങ്ങനെ 50-50 തുടങ്ങിയിട്ട് അതിലൊരു വലിയ വിളവനുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതാന്ന് വിചാരിച്ചോ പേപ്പറിൽ, അതിന് വേറൊരു ഉൽമ പറഞ്ഞുതരാം. ഇപ്പം 3 സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു കച്ചവടം തുടങ്ങാണ്. അതിൽ 2 സുഹൃത്തുക്കൾ പൈസ ഇട്ടു, 3-മത്തെ സുഹൃത്ത് പൈസ ഇട്ടിട്ടില്ല. എന്നിട്ട് ഇവരിത് പേപ്പറിലാക്കി, കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തു. 33 കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തു. 3 പേർക്കും തുല്യ അവകാശമാണല്ലോ ഈ 33 എന്ന് പറഞ്ഞാൽ. ഇനിയുള്ള രസം, ഇതിൽ 2 പേര് പകുതി പൈസ ഇട്ടിട്ടുണ്ട്, 3-മത്തെ ആൾ തീരെ പൈസ ഇട്ടിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളാൻ തുടങ്ങിയിട്ടോ, ഞാൻ തരട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കമ്പനി ലാഭത്തിലായി. അപ്പൊ 3-മത്തെ ആളോടെടാ പൈസ അപ്പം പറയാം, പിന്നെ എനിക്ക് നിങ്ങൾ ലാഭം തരാണ്ടല്ലോ, അതിന് എന്ത് കുറച്ചാളി, ഓൾറെഡി കമ്പനി ലാഭത്തിലാണല്ലോ, എനിക്ക് ലാഭമായിട്ട് പൈസ തരാണ്ടല്ലോ, അതിന് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പൈസ കുറച്ചാളിയെന്ന്.
അതായത് ബാക്കി രണ്ടുപേര് അവരുടെ ക്യാഷ് ഇട്ട് ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ച് ലാഭം ഉണ്ടാക്കി. മറ്റേയാൾ ചുളിവിൽ 33% ചുളിവിൽ കിട്ടുകയാണ്. എന്നിട്ട് പറയാം എൻ്റെ ലാഭത്തിന് കുറച്ചാളിന്ന്. അപ്പൊ അങ്ങനത്തെ ആളോട് നമ്മൾ മറുപടി പറയേണ്ടത്, ഒന്നെങ്കിൽ നിന്റെ ക്യാഷ് നീ ആദ്യം വെക്കുക, വെച്ചിട്ട് കമ്പനിയിൽ കയറുക, അതല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഷെയർ പുറത്തേക്ക് വെക്കേണ്ട സാഹചര്യങ്ങൾ. പക്ഷെ അത് പലപ്പോഴും കഴിഞ്ഞോളന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഓൾറെഡി ക്യാഷ് തരാത്ത ആളെ നിങ്ങൾ ഓൾറെഡി 33% ഇവിടെ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ആദ്യം എത്രയാണോ ക്യാപിറ്റൽ, 1 കോടിയാണെങ്കിൽ അതിന്റെ എമൗണ്ട് നമ്മൾ ആദ്യമേ വാങ്ങണം. കാരണം എല്ലാ കമ്പനി ഇതുപോലെ വിജയിക്കൂല. ചില കമ്പനികളൊക്കെ പരാജയപ്പെടും. അതല്ലെങ്കിൽ ഇനീഷ്യലി 1-2 വർഷം ഓപ്പറേഷണൽ കോസ്റ്റിന് വേണ്ടി മുട്ടും. അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ഒരു കമ്പനി ലോസിലാണ് പോകണമെന്ന് തോന്നിയാൽ ഓപ്പറേഷണൽ കോസ്റ്റിനും റെന്റിനും സാലറിക്കും പിന്നെ ആര് പൈസ തരൂല? ഈ ഇൻവെസ്റ്റേഴ്സ് പൈസ തരൂല. അപ്പൊ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 6 മന്തോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ഉള്ള ഓപ്പറേഷണൽ കോസ്റ്റ് അടക്കമുള്ള ക്യാപിറ്റൽ കമ്പനി ഫോം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ അക്കൗണ്ടിൽ വാങ്ങി വെച്ചിട്ട് വേണം നമ്മൾ കമ്പനി ഫോർമേഷനും പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റും ചെയ്യാൻ. അതല്ലെങ്കിൽ കമ്പനിയിൽ ആഡ് ചെയ്താൽ പിന്നെ മൂപ്പരെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കും. മൂപ്പര് പിന്നെ പൈസ തരൂല്ല. ഓപ്പറേഷന് ക്യാഷ് ചോദിച്ചാൽ പിന്നെ ഇൻവെസ്റ്റേഴ്സ് തരാനല്ല.